നമുക്കിന്നൊരു നൊസ്റ്റാൾജി ആയാലോ. സംഗതി മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ കുട്ടിക്കാലം പോലെ മിക്കവാറും എല്ലാ കൂട്ടുകാരുടെയും കയ്യിലുള്ള ഒരു ഐറ്റമായിരുന്നു തെറ്റാലി. കാപ്പി, അതുപോലെ പേര, ഇതിൻ്റെ കമ്പൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിന്ന് കിട്ടിയേക്കുന്നത് നന്ദിയാർ വട്ടത്തിൻ്റെ കമ്പാണ്. അതിൻ്റെ നല്ല മുഴുത്തൊരു കമ്പ് നോക്കി ഞാൻ വൈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇലയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സെപ്പറേറ്റ് ആക്കി നല്ല അടിപൊളിയാക്കിയിട്ട് ഇതൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഷേപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനെയാണ് നമ്മൾ നല്ല രീതിയിൽ സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് മിനുസപ്പെടുത്തി അടിപൊളിയാക്കി ഇതേപോലെ ഞാൻ ആക്കി എടുത്തേക്കാണ്. കണ്ടോ, ഇനി ഇതിലാണ് നമ്മൾ നമ്മുടെ തെറ്റാലി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും TN Tech പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയ്സ്, അങ്ങനെ നമ്മുടെ തെറ്റാലി ചെയ്യാൻ ആവശ്യമായ നമ്മുടെ വൈ ഷേപ്പുള്ള കമ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇവിടെ രണ്ടിടത്തും ഓരോ ഹോൾ ഇട്ട് കൊടുക്കാൻ പോവാണേ. അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് പോയിന്റ് നമുക്കൊന്ന് ഡ്രില്ല് ചെയ്തെടുക്കാം. ഗെയ്സ്, അങ്ങനെ നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. കേട്ടോ, നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു ലെതറിൻ്റെ പീസാണ്. ഞാനൊരു പഴയ ബാഗിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. കേട്ടോ, ഇനി ഈ രണ്ട് സൈഡിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് ഡ്രില്ല് ചെയ്തെടുക്കാം. ഇത് അങ്ങനെ രണ്ട് സൈഡ് ഞാൻ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് ഇതേപോലെ രണ്ട് റബ്ബറിൻ്റെ ട്യൂബാണ്. നമുക്ക് മെഡിക്കൽ ഷോപ്പിലേക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ രണ്ട് നമ്മുടെ ഈ ലെതറിൻ്റെ രണ്ട് സൈഡിൽ കൂടെ നമ്മൾ അകത്തോട്ട് കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്യാൻ പോകും, ഒന്ന് കെട്ടിയെടുക്കാൻ പോകാം. കേസ്, അപ്പോൾ നമ്മുടെ ഈ റബ്ബർ ട്യൂബ് നമുക്കൊരു 20 സെൻറ്റിമീറ്റർ കണക്കാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് പീസ് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുറിച്ചതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ട്, നമ്മുടെ എക്സ്ട്രാ വന്നേക്കുന്ന ഇത് വെച്ച് നമുക്ക് ഇതേപോലെ രണ്ട് ചെറിയ പീസും കൂടെ ആവശ്യമുണ്ട്. നമുക്കതും കൂടെ മുറിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു ചെറിയ റബ്ബറിൻ്റെ പീസ് നമ്മുടെ ഇതിൽ ട്യൂബിലേക്ക് കയറ്റി കൊടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം ഞാൻ കൊട്ട സൂചി എടുത്തിട്ടുണ്ട്. ആ സൂചിക്ക് അകത്തൂടെ നമ്മൾ ആദ്യം ഇതകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അല്ല, ഇതുപോലെ കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഇതിങ്ങനെ എടുക്കുക. കണ്ടോ, ഇതിങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കണേ. ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇതിനുള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഉണ്ടോ, ഇത്ര നീട്ടി തന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇവിടെ ഇങ്ങനെ ഊരിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു കെട്ട് ഇവിടെ വീണിട്ടുണ്ട്. ഇനി ഈ ട്യൂബ് നമ്മുടെ ഈ തെറ്റാലിയുടെ ഉള്ളിലൂടെ അകത്തോട്ട് കയറ്റാൻ പോകണേ. ഇതിങ്ങനെ കയറ്റണം, അത് കുറച്ച് പാടാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ചെറിയൊരു കമ്പിയുടെ കഷ്ണം വെച്ചിട്ട് ഇത് ഇതിലേക്കൂടെ കോർത്തെടുക്കാം. ഇതാ, ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഇങ്ങനെ അകത്തോട്ട് എടുക്കുക, വലിച്ചങ്ങെടുക്കുക. നല്ല ടൈറ്റ് നിൽക്കുക. വേണ്ട, ഇനി ഇവിടുന്ന് ഇങ്ങനെ ഊരി കൊടുക്കുക. അപ്പോൾ ഈ കെട്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഇങ്ങനെ എടുക്കുക, തിരിച്ചെടുക്കുക. ഉണ്ടാ, തിരിച്ചെടുത്തിട്ട് ഇതിലെ കൂടെ അകത്തോട്ട് കയറ്റണം. കുറച്ചുകൂടി ഇങ്ങോട്ട് വലിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. വലിച്ചങ്ങെടുക്കുക. കണ്ടാ, ഇപ്പം അവിടെ കെട്ട് വീണം. കണ്ടാ, അടിപൊളിയായിട്ടുള്ള കെട്ട് വേണം. അപ്പോൾ ഇവിടെ ഈ ലോക്ക് ഇങ്ങനെ കിടക്കുന്ന കാരണം ഒരു കുഴപ്പവും പറ്റില്ല. ഇവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് കിടന്നോളൂ. അതുപോലെ നമുക്ക് ഇവിടെയും കൂടെ ചെയ്തെടുക്കാം. ഗെയ്സ്, അങ്ങനെ നമ്മുടെ കാഞ്ചിയുടെ പാർട്ട് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കേട്ടോ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് എൻഡും ഇതിലേക്കൊന്ന് ഫിറ്റ് ചെയ്യണം. ഈ രണ്ട് ഹോളിലൂടെ ഇത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് സൈക്കിളിൻ്റെ ബോൾ ആവശ്യമുണ്ട്. നമുക്ക് 2 ബോൾ മതി. ഈ 2 സൈക്കിൾ ബോൾ വെച്ച് നമുക്ക് ഇതിലേക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ഗെയ്സ്, അപ്പോൾ നമ്മുടെ ഈ 2 ട്യൂബിൻ്റെ ഈ 2 എൻഡുണ്ടല്ലോ, ഇത് നമുക്ക് ഈ 2 ഹോളിലൂടെ അകത്തേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഹോൾ ഇട്ടപ്പം കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. കേട്ടോ, ഇതങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്കൂടെ അകത്തോട്ട് കയറ്റി കൊടുക്കുക. ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ലോക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ സൈക്കിളിൻ്റെ ബോൾ ഇതിലേക്ക് കയറ്റാൻ പോകണം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഇവിടോട്ട് തേച്ച് കൊടുക്കാം. ഇനി ബോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബോൾ ഞാൻ കയറ്റി
ഇവിടെ വന്നു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇവൻ പോകത്തില്ല. ഇപ്പോൾ ഇവിടെ ലോക്കായി ഇല്ല, നല്ലോണം വലിഞ്ഞിരിക്കും. ഇനി നമുക്ക് അതേപോലെ ഈ സൈഡ് ഇതുപോലെ ചെയ്തെടുക്കാം. ഗെയ്സ് അങ്ങനെ നമ്മുടെ 2 സൈഡിലും സൈക്കിൾ ബോൾസ് കയറ്റിയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഫ്ലെക്സ് ക്വിക്കാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗെയ്സ് അങ്ങനെ നമ്മുടെ തെറ്റാലിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. നോക്കി, ഇനി നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗെയ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ തെറ്റാലിയുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ ബൈ.